മച്ച് ദീപകേട്ടന് ബിനോയ്ക്കും വലിയൊരു നന്ദിയായി തന്നെ. പിന്നെ എല്ലാവർക്കും നന്ദി. ഫോർട്ടിനായാലും ചേട്ടനായാലും എല്ലാവർക്കും നന്ദി. നല്ലൊരു പാട്ട് പാടാൻ പറ്റി. പാട്ടുകാരനാവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇതിന്റെ ഇടയിൽ എൻ്റെ അടുത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ ഇടയിൽ വെച്ചു, നിനക്ക് ഈ പാട്ടുകാരനാണ് അതോ ആക്ടർ ആവണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആക്ടറെ പോലെ പാട്ട് പാടി അഭിനയിച്ച് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. 2 ചെയ്തോളാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. കൂടാതെ ഈ പടം ഹിറ്റ് ആവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഈ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഈ പടം ഇറങ്ങി ഒരു ഇരട്ടി പൈസ കിട്ടിയാൽ മതി. ഈ പടത്തിന്റെ ഇറങ്ങി കയ്യിൽ നിന്ന് പോയ പൈസയും ഒരു ഇരട്ടിയും കൂടി കിട്ടിയാൽ മതി അല്ലേ. കിട്ടിക്കഴിഞ്ഞാൽ എന്നെ കുതിപ്പിച്ചാണെന്നറിയില്ല, അടുത്ത പടത്തിൽ നിനക്ക് റോളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ പടം വിജയിക്കാൻ വേണ്ടി, എന്നാലേ എനിക്കൊരു പടം കിട്ടുള്ളൂ. അപ്പോ ഓൾ ദി ബെസ്റ്റ് ടീമിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഞാൻ എൻ്റെ കൂടെ പാടി സോണിക്കാൻ സംസാരിക്കാനുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഇതെന്റെ 7ാമത്തെ സിനിമയാണ് ഞാൻ പാടുന്നത്. താങ്ക് യു സോ മച്ച് രൂപേഷ് ചേട്ടാ. ഈ സിനിമയിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ചെറിയൊരു പോർഷൻ ഡബ് ചെയ്യാനാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അത് കുറച്ച് മുൻപ്. പിന്നെ ഇപ്പം ലാസ്റ്റ് വീക്കാണ് ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പാട്ടുണ്ട്, പാടാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ഒരുപാട് സന്തോഷം ഭാസ്കരവർണ്ണത്തിന്റെ ടീമിൽ ഈ ഒരു പ്രൊജക്റ്റിലെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. താങ്ക് യു സോ മച്ച്. അതുപോലെ ഗോഡ്വിന്റെ സോൾഫുൾ ആയിട്ടുള്ള ഒരു മെലഡിയാണ് അർജുൻ ചേട്ടൻ്റെ കൂടെ പാടിയത്.